നമസ്കാരം. കെയ്നം AM UP സ്കൂളിന്റെ ഡിജിറ്റൽ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതെ, വെൽക്കം ടു ന്യൂസ് അറ്റ് 1 ഞാൻ റീഫ ഫാത്തിമ. ഞാൻ ലിയ ഫാത്തിമ. ഓരോ ചെറിയ ചുവടുകളും ഓരോ വലിയ പാഠം പറയുന്നു. അതാണ് വാർത്തയുടെ യഥാർത്ഥ ശക്തി എന്ന നല്ല ചിന്തയിലൂടെ നമുക്ക് തുടങ്ങാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. UP വാഴങ്കട നോർത്തിന്റെ പുതിയ സാരഥി അധികാരമേറ്റു. വർണ്ണപ്പകിട്ടിൽ പ്രവേശനോത്സവം. പുതിയ സ്വപ്നങ്ങൾക്ക് മനോരമ തുടക്കം. വിപ്ലവത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട് ലോക പരിസ്ഥിതി ദിനാചരണം. പ്രതിഭകളെ പ്രോത്സാഹിപ്പിച്ച് വിജയാരവം. വിനോദവും കൂട്ടായ്മയും ചേർന്ന് സ്കൂളിൽ ആഘോഷമോടും. കഴിവുകൾക്ക് വേദിയായി മത്സരങ്ങൾ. 5ാം ക്ലാസ്സുകാരുടെ കൈകളിൽ രുചിവിരുന്ന്. സ്കൂളിൽ ഭക്ഷ്യമേള ആവേശമായി. വായനാശീലത്തിന് പുതുചുവട്. കുട്ടികൾക്കായി മനോരമ പത്രവിതരണം. വായനയുടെ ഉത്സവമായി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. ലഹരിക്കെതിരെ യുവതലമുറയുടെ ശക്തമായ നിലപാട്. സമഗ്രമായ വാർത്തകളിലേക്ക് കടക്കാം. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് പുതിയ നേതൃത്വം ലഭിച്ചു. പരിചയസമ്പന്നനും ദീർഘദർശിയുമായ മാഹിൻ ഷക്കീബ് മാസ്റ്റർ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ പുതിയ ആശയങ്ങളും വേറിട്ട പ്രവർത്തന പദ്ധതികളും നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് പുതുജീവൻ നൽകട്ടെ എന്ന് നമുക്ക് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആവേശഭരിതമായ സ്വീകരണത്തോടെ അദ്ദേഹത്തിന്റെ പുതിയ നേതൃത്വ സ്ഥാനത്തിന് തുടക്കമായി. പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മുടെ വിദ്യാലയം വർണ്ണാഭമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പാട്ടും നൃത്തവും സന്തോഷവും നിറഞ്ഞ പരിപാടികളിലൂടെ നമ്മൾ കുഞ്ഞുമക്കളെ നിറഞ്ഞ ഹൃദയത്തിൽ സ്വാഗതം ചെയ്തു. അധ്യാപകരും PT അംഗങ്ങളും ചേർന്ന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി ഈ ദിനം ആഘോഷമാക്കി. കുരുന്നുകൾക്കായി അധ്യാപകർ ഒരുക്കി വെച്ച നിരവധി കളികളും രക്ഷിതാക്കൾക്കായുള്ള അവയർനെസ് ക്ലാസും ഈ ദിനത്തെ ഏറെ നിറമുള്ളതാക്കി. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറഞ്ഞ പുതിയൊരു അധ്യയന വർഷത്തിന് ഇതോടെ തുടക്കമായി. കൂടുതൽ റിപ്പോർട്ടിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിമ ലൈനിലുണ്ട്. പറയൂ രഞ്ജിമ. നമസ്കാരം ലിയാരിഫ. പതിവിലും ഗംഭീരമായി ഇത്തവണ നമ്മളുടെ വിദ്യാലയ പ്രവേശനോത്സവത്തിനായി അണിഞ്ഞൊരുങ്ങിയ കുരുന്നുകൾക്ക് ഏറെ ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ കട്ടഫുകൾ വെച്ചും തങ്ങളുടെ മുഖങ്ങൾ തേടിപ്പിടിക്കാനുള്ള കൗതുകം നിറച്ച ഫോട്ടോ ഫ്രെയിമുകളാലും വിദ്യാലയം അലങ്കരിച്ചിരിക്കുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ വിവിധ തരം പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ അസംബ്ലിയോടെ വിവിധ പരിപാടികൾക്ക് തുടക്കമിട്ടു. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഇല ആൽബം, ക്വിസ് മത്സരം, അടുക്കളത്തോട്ട നിർമ്മാണം, പ്രകൃതി നടത്തം, ടൈ ഫ്രണ്ട്, വേസ്റ്റ് ടു ഹെൽത്ത് എന്നീ പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് നമ്മുടെ പ്രതിനിധി ഫാത്തിമ റീഫ ചേരുന്നു. തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ അധ്യയന വർഷത്തിലെ ആദ്യ ദിനാചരണം വളരെ ഭംഗിയായി. അമ്മമാർക്കുള്ള പോസ്റ്റർ രചന മത്സരത്തിൽ 1ാം സ്ഥാനം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സുഫിയുടെ ഉമ്മയായ ഫാത്തിമത്ത് ഷെബിനെയും 2ാം സ്ഥാനം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാരുവിന്റെ അമ്മയായ രേഷ്മയും സ്വന്തമാക്കി. 3ാം സ്ഥാനം 4ൽ പഠിക്കുന്ന രഹല വാരിസിയുടെ ഉമ്മയായ നൂറിൽ നജ്മയും 4ൽ പഠിക്കുന്ന നിഹാലിന്റെ ഉമ്മയായ ഹിസാന തസ്ലിയും സ്വന്തമാക്കി. 2ാം ക്ലാസ്സുകാർക്ക് സംഘടിപ്പിച്ച പ്രകൃതി നടത്തം കുട്ടികളെ പ്രകൃതിയെ തൊട്ടറിയാൻ സഹായിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ ജൂൺ 18 വിദ്യാർത്ഥികൾക്കായി മലയാള മനോരമ പത്രത്തിന്റെ പ്രകാശന ചടങ്ങ് നടന്നു. സ്കൂളിൽ അസംബ്ലിക്കിടെ നടന്ന ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മലയാള മനോരമ പ്രവർത്തകരും പങ്കെടുത്തു. കൂടുതൽ വിശദാംശങ്ങൾക്കായി നമ്മുടെ പ്രതിനിധി ഗൗതം കൃഷ്ണയെ സമീപിക്കാം. നമസ്കാരം ലിയ റിഫ. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുകയും ലോകവിവരങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയത്തിൽ ഈ സംരംഭം ആരംഭം കുറിച്ചത്. ഈ സംരംഭത്തിന് സ്പോൺസർഷിപ്പ് നൽകി പിന്തുണച്ചത് സ്കൂളിലെ മുൻ അധ്യാപികയായ ജ്യോതി ടീച്ചർ ആണ്. ടീച്ചറുടെ പിന്തുണ സ്കൂൾ കുടുംബം അഭിനന്ദനത്തോടെ സ്വീകരിച്ചു. പത്രപ്രകാശനത്തോടൊപ്പം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും പങ്കുവച്ചു. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വൈവിധ്യമാർന്ന വായനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വായനയുടെ മഹത്വം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഭാഷാ ക്ലബ്ബുകളും ഒത്തുചേർന്ന് നിരവധി മത്സരങ്ങളും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളും നടന്നു. വായനാ ദിനം തികച്ചും പതിവിലും വ്യത്യസ്തമായി വിദ്യാലയത്തിൽ നടന്നു. സ്കൂൾ അസംബ്ലിയിൽ വായനയുടെ പ്രാധാന്യം അറിയിച്ചു സംസാരിച്ചു. വായനാ ദിനം പ്രതിജ്ഞ കുട്ടികൾ ഏറ്റെടുത്തു. രക്ഷിതാക്കൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങൾ വിജയികളെ അനുമോദിക്കുന്നതിനും സമ്മാന വിതരണത്തിനും അസംബ്ലി വേദിയായി. സാഹിത്യ ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, അറബിക് ക്ലബ്ബ്, ഉറുദു ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ് തുടങ്ങിയ എല്ലാ തലം വരെയുള്ള കുട്ടികൾക്കായി
വിവിധ മത്സരങ്ങൾ നടത്തിയിരുന്നു. ആ മത്സരങ്ങളുടെ സമ്മാനദാനം പ്രധാന അധ്യാപകൻ, വിദ്യാലയത്തിലെ സീനിയർ അധ്യാപിക സുലത ടീച്ചറും നിർവഹിച്ചു. നാടിന്റെ അഭിമാനമായ LSS, USS, SSLC, +2 എന്നീ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള അനുമോദനവും സമ്മാന വിതരണവും നാടിന്റെ ആവശ്യത്തിൽ വിജയാരവം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ജൂൺ 7 വിടാത്തി റേഷൻ കടക്ക് സമീപം വെച്ച് നടന്ന അനുമോദന പരിപാടിയിൽ നമ്മുടെ മുൻ പ്രധാന അധ്യാപകൻ KT അബൂബക്കർ മാസ്റ്ററെയും മുൻ വാർഡ് മെമ്പർ PT മുബാറക് അലി സാഹിബിന്റെയും സാന്നിധ്യത്തിൽ ജനപ്രിയ MLA നജീബ് കാന്തപുരം പ്രതിഭകളെ അനുമോദനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ പരിപാടിക്ക് ഉദ്ഘാടനം വഹിച്ചു. വാർഡ് മെമ്പർ ഷാഹിര ടീച്ചർ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചു. വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനും കൂട്ടായ്മ വളർത്തുന്നതിനുമായി നമ്മുടെ വിദ്യാലയത്തിൽ നിരവധി വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗോൾഡ് ഫെസ്റ്റ്, സ്റ്റിക്കി ഫിഷ് തുടങ്ങിയ വ്യത്യസ്തവും രസകരവുമായ മത്സരങ്ങൾ കുട്ടികളുടെ ആവേശം കൂട്ടി. കൂടുതൽ വിശദാംശങ്ങൾക്കായി ഞങ്ങളുടെ റിപ്പോർട്ടർ അഭിജിത്ത് നീനിലുണ്ട്. കുട്ടികളിലെ കായിക ചൈതന്യവും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ച ഗോൾ ഫെസ്റ്റ് മത്സരം ഏറെ ആവേശകരമായി നടന്നു. ലക്ഷ്യത്തിലെത്താൻ വിദ്യാർത്ഥികൾ വേഗത്തിലും കൃത്യയിലും മത്സരിച്ചു. ഈ മത്സരത്തിലൂടെ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും കൂട്ടായ്മയും വർദ്ധിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകളും ആത്മവിശ്വാസവും വളർത്തുന്നതിനായി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരങ്ങൾ നടന്നു. വിജയികൾക്ക് വൺമൺ ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് 5ാം ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കൂടുതൽ വിശദാംശങ്ങൾക്കായി റിൻഷ ചേരുന്നു. പറയൂ റിൻഷ. നമസ്കാരം ലിയാരിഫ. സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭക്ഷണമേള തികച്ചും കുട്ടികളുടെ വയറും മനസ്സും നിറച്ചു. കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കിയ വിവിധ രുചികരമായ വിഭവങ്ങളുടെ പ്രദർശനം മേളയുടെ മാറ്റുകൂട്ടെ. വിദ്യാലയത്തിലെ മുൻ പ്രധാന അധ്യാപകനായ അബൂബക്കർ മാസ്റ്റർ പരിപാടിയിൽ വിശിഷ്ട വ്യക്തിയായി. കുട്ടികളിൽ സഹകരണവും ആരോഗ്യകരമായ ഭക്ഷണശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൂൺ 26-ാം തീയതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിയുടെ ദുഷ്ഫലങ്ങളെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാനും വിദ്യാർത്ഥികൾ ജാഗ്രത സൃഷ്ടിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം.
ഞങ്ങളുടെ ബ്യൂറോയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾക്കായി റൈഫ ചേരുന്നു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ലഹരി മനുഷ്യന്റെ ജീവിതവും സ്വപ്നങ്ങളും കുടുംബ ബന്ധങ്ങളെയും എങ്ങനെ തകർക്കുന്നു എന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുന്ന സന്ദേശങ്ങളായിരുന്നു അവതരണത്തിന്റെ പ്രത്യേകത. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ നടന്ന ഈ പരിപാടി സ്കൂൾ പരിസരത്തെ ബോധവൽക്കരണ വേദിയാക്കി മാറ്റി. ലഹരിയോട് ഇല്ല എന്ന ഉറച്ച സന്ദേശം മുഴക്കി വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായി. ഫ്ലാഷ് മോബിന് ശേഷം ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും നടത്തി. വിദ്യാർത്ഥികൾക്ക് നല്ല ജീവിത മൂല്യങ്ങൾ വളർത്താനും തെറ്റായ വഴികളിൽ നിന്ന് മാറി നിൽക്കാനും പ്രചോദനം നൽകുന്നതായിരുന്നു പരിപാടി. ഇതോടെ ഈ മാസത്തെ ന്യൂസ് അറ്റ് 1 month വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും അടുത്ത മാസത്തിലെ പുത്തൻ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നതുവരെ നന്ദി, നമസ്കാരം.